ഇന്ന് ഫെബ്രുവരി 19 എൻ്റെ 360 വീഡിയോ വ്ളോഗ് ചലഞ്ചിൻ്റെ ഡേ 19. അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഫോണിൽ. ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഗ്രോ ചെയ്യുക, വളരുക എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അങ്ങ് ഗ്രോ ചെയ്ത് പോകുന്നത് മാത്രമല്ല, നമ്മളെ സറൗണ്ടിങ്സും കൂടി ആ ഒരു പ്രോസസ്സിൽ മാറ്റം വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഗ്രോ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരർത്ഥം. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ സറൗണ്ടിങ്സ് കൂടി ചേഞ്ച് ചെയ്യും. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മാറും. നമ്മുടെ കൂടെ പഴയ കുറച്ച് നാൾ മുന്നേയുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ്, ആ ഒരു കോണ്ടാക്റ്റ് കുറഞ്ഞ് വരും. അതുപോലെ തന്നെ പുതിയ കുറേ കണക്ഷൻസ് നമുക്ക് കിട്ടും. നമ്മൾ ഏത് മേഖലയിലാണോ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ നമുക്ക് നമ്മുടെ സർക്കിളിൽ കിട്ടും. അങ്ങനത്തെ കുറേ ആളെ പരിചയപ്പെടാൻ പറ്റും. അവരോട് ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒരു തെളിവാണെന്ന് പറയാം. ഇതിൽ നമ്മളുമായിട്ടുള്ള കുറച്ച് മുന്നേയുള്ള ആൾക്കാർ നമ്മുടെ ആ ഒരു കണക്ഷൻസിൽ നിന്ന് ഇല്ലാണ്ടാവും എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് പറയാം. ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഡിസ്റ്റൻ്റ് ആവും. നമ്മൾ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറഞ്ഞു വരും. അവരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും മുൻപേ അവരോട് എങ്ങനെ ഇടപഴകിയിട്ടുണ്ടായതോ അതുപോലെ ആയിരിക്കില്ല. അവരുമായിട്ടുള്ള നമ്മുടെ ആ ഒരു സമയം ചിലവഴിക്കുന്നത് ഭയങ്കര കുറഞ്ഞ് അത് ഇല്ലാണ്ടാവുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം നമ്മൾ ഏത് മേഖലയിലാണോ നമ്മൾ ഗ്രോ ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ഭയങ്കരമായിട്ട് തിരക്കായി പോകുമ്പം ഇത് നാച്ചുറലി ഫെയ്ഡായി പോകും. അപ്പം അത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. അവരോട് ഭയങ്കര ശത്രുത ആവും എന്നല്ല ഞാൻ പറയുന്നത്. അവരുമായിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് കുറഞ്ഞു പോകുന്ന ഞാൻ അതുപോലെയുള്ളൊരു കാര്യമാണ് നമ്മളെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും നമുക്ക്. അതായത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല പിന്നീട് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരല്. നമ്മളൊരു കാര്യത്തിൽ ഇപ്പം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിങ്ങനെ കണ്ടൻറ്റ് ചെയ്യാൻ, വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ മെയിൻ താല്പര്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം അത് ചെയ്ത് തുടങ്ങുന്നതെന്ന് പറയുന്നത് കംഫർട്ടായിട്ടുള്ള കാര്യമല്ല. കാരണം ഞാനത് മുന്നേ ചെയ്തുകൊണ്ടുള്ള കാര്യമല്ല. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല, ഇതൊന്നുമില്ല. പക്ഷേ എനിക്കതിൽ ചെയ്ത് ഒരു ഗ്രോ ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് കൊണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത് കുറച്ച് ബെറ്ററായി വരുന്നത് ആ ഒരു ഗ്രോയിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. എന്നാലും നിർത്താണ്ട് ചെയ്യാമെന്നാണ് പറയില്ലേ. അതാണ് നമ്മൾ ഗ്രോ ചെയ്യുമ്പം അത് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. പക്ഷേ പിടിച്ച് നിന്നാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമ്മൾ വിചാരിച്ച പൊസിഷനിൽ എത്താൻ പറ്റും. ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കര ഡിസ്കംഫർട്ടാണെങ്കിൽ, മുന്നേ പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോകുന്നതാണെങ്കിൽ അത് ഒരു ഗ്രോ ചെയ്യുന്നൊരു ഭാഗമായിട്ട് കാണാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ. ഇഷ്ടപ്പെടാത്ത കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഡിസ്കംഫർട്ടാണെങ്കിൽ ആലോചിക്കുക, എന്താണ് ഇഷ്ടപ്പെട്ട പരിപാടി, അതിലേക്ക് ഇറങ്ങിയാൽ നടക്കുമോ, അതിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി എന്താണ്, അത് നോക്കുക. പിന്നെ ഈ ഒരു ഓൾഡ് കണക്ഷൻസ് നമ്മളെ മുന്നേയിലെ പരിചയക്കാരെല്ലാം നമ്മുടെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തും ഗ്രോ ചെയ്യുന്നതിനിടയ്ക്ക്. എന്താ വെച്ചാൽ ഈ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപോലെ പുതിയ ആൾക്കാരെ കിട്ടണമെന്നില്ല. അപ്പോൾ കുറച്ച് സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഗ്രോയിങ്ങിൻ്റെ മിഡിൽ സ്റ്റേജിൽ എന്നെല്ലാം പറയുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കായിരിക്കും. കാരണം നമ്മളെ കൂടെയുള്ള ആരും ചെയ്യുന്നൊരു കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലുമായിരിക്കും. ആൾക്കാർ ഇവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനൊരു ലോൺലിനെസ് ഫേസും കൂടി ഈ ഒരു സ്റ്റേജിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ, അവരെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു സെറ്റപ്പിലേ നമ്മൾ ഉണ്ടാവും. നമ്മൾ ഗ്രോ ചെയ്യാൻ പോകുന്നില്ലോ എന്നുള്ളൊരു കാര്യം അത് ഏറെക്കുറെ സത്യമാണ് എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം
എൻ്റെ കൂടെ മുന്നേ ഉണ്ടായ കുറച്ച് കാലമായിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ അവർ ഒരു റേസ് ഉണ്ടല്ലോ, സൊസൈറ്റീൻ്റെ ഒരു റേസ് ഉണ്ടല്ലോ, ജനിക്കണം, ജീവിക്കണം, കല്യാണം കഴിക്കണം, പഠിക്കണം, ജോലി വാങ്ങണം, കല്യാണം കഴിക്കണം, കുട്ടികളെ ഉണ്ടാക്കണം, കുട്ടികളെ നോക്കണം, അവരെ പഠിപ്പിക്കണം. ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ആ ഒരു സൈക്കിൾ തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. വേറെ ഇതിന് പുറത്ത് വേറെ എന്താണെന്നില്ല ചിന്തിക്കാത്ത ആൾക്കാരാണ് എൻ്റെ കൂടെ കുറച്ച് മുന്നേ അവരുണ്ടായ ആൾക്കാർ. അവരെ കുറ്റം പറയുന്നതല്ല, അവരോട് ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് എനിക്കങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഈ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതെല്ലാം എൻ്റെ മെയിൻ സന്തോഷം തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്ത് ജീവിച്ച് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക്. ഗവൺമെൻറ് ജോലി മേടിക്കണം, സാലറി മേടിക്കണം, ശമ്പളം മേടിക്കണം, പൈസ വേണം, പൈസ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്നെക്കൊണ്ട് പറ്റൂല, എനിക്കത് താല്പര്യമില്ല, അതെനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഈ ഒരു ഇപ്പം ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത് വരെ എനിക്ക് ഈ കണ്ടന്റ് ക്രിയേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിയാൽ അത് വെച്ച് ട്രാവലിങ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാം, ബാക്കി ഫാമിലിയെല്ലാം നോക്കാൻ എന്നുള്ള മൈൻഡിലാണ് കാര്യമായിട്ട്. അതാണ് സത്യം. അപ്പോൾ പറഞ്ഞു വന്നത്, മുന്നേ ഉള്ളവർ അങ്ങനെയുള്ള ആൾക്കാരാണ്. എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട കുറേ കണക്ഷൻസ് കിട്ടി. അവരെല്ലാം എന്നെപ്പോലെ ചിന്തിക്കുന്നവരാണ്. ഒരു സൊസൈറ്റി റേസിൽ പങ്കെടുക്കാണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് സന്തോഷത്തോടെ സമാധാനപരമായി ജീവിച്ച് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടില്ലവരെ കുറേ ആൾക്കാരെ എനിക്ക് കിട്ടി, കണക്ഷൻസ് കിട്ടി. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. നീ അങ്ങനെ ചെയ്താൽ മതി, നീ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെയാണ് ഗ്രോ ചെയ്യും. ഞാൻ എന്താ പറഞ്ഞു വന്നേ? നമ്മളെ പ്രയോറിറ്റീസ് എല്ലാം മാറുമ്പോൾ നമ്മുടെ കൂടെയുള്ള സർക്കിളും മാറും. അത് ഈ ഒരു ഗ്രോയിങ് സ്റ്റേജിൻ്റെ ഒരു ഭാഗമാണ്. ഇത്രയേ പറഞ്ഞു വന്നത്, ഞാൻ വലിച്ചു നീട്ടിയെത്തി. നമ്മുടെ അതേ കാഴ്ചപ്പാടുള്ള ആൾക്കാർ ഞാൻ പെരുതിപ്പോയി അവരെ അങ്ങനെ പരിചയപ്പെട്ടതൊന്നല്ല. ഇത് കാലക്രമേണ എന്നിലേക്ക് തന്നെ വന്ന് എത്തിയതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം. ഇപ്പോൾ എവിടെയെങ്കിലും ഞാൻ ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞില്ല, ഞാൻ എൻ്റെ ബൈക്ക് എടുത്താൽ ട്രാവൽ ചെയ്യില്ല. അപ്പം സോളോ എല്ലാം പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടാൽ അവർ വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് കിട്ടിയ കണക്ഷൻസാണ് ഈ നമ്മൾ ഷിഫ്റ്റ് ആവുമല്ലോ, സർക്കിൾ ഷിഫ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന സർക്കിളാണ് ഈ നമ്മുടെ സെയിം മൈൻഡ് സെറ്റുള്ള ആൾക്കാർ. പിന്നെ ഈ കൂടിയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും എല്ലാവരും ഉണ്ടാവണം എന്നുള്ള കാര്യമില്ല കേട്ടോ. ഈ പരിചയപ്പെടുന്ന ആൾക്കാരായാലും മുന്നേയുള്ള ആൾക്കാരായാലും ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവരെല്ലാം പോകും. ഇപ്പം എൻ്റെ കൂടെ നാട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു വൈകുന്നേരം ചായ കുടിക്കാൻ പോകാനും അങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ ആരുമില്ല, എല്ലാവരും ഓരോ വഴിക്കായി. വൈകുന്നേരം ആവാൻ വിളിച്ചാൽ ഇപ്പം കിട്ടാൻ ആരുമില്ല, എല്ലാവരും ജോലിയായി തിരക്കായി, കുറേ പേര് നാട് വിട്ടുപോയി. നമ്മളിങ്ങനത്തെ പരിപാടി പിടിക്കാനുള്ള മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ പരിചയപ്പെടുന്ന ആൾക്കാരായാലും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ലെസണായിരിക്കും, ചില ആൾക്കാർ ലൈഫ് ടൈം കൂടി ഉണ്ടാവും, ചില ആൾക്കാർ പകുതി വഴിയിൽ വെച്ച് പോവും, കണക്ഷൻസ് ഇല്ലാണ്ടായി പോവും. അങ്ങനെ നമ്മൾ നമ്മളെ കാര്യം കൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളുക. അപ്പം ഈ കംഫർട്ട് എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ നമ്മൾ നിന്നാൽ നമ്മൾ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിൾ മാറാനും പോകുന്നില്ല, നമ്മൾ ഗ്രോ ചെയ്യാനും പോകുന്നില്ല. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ 365 ഡേയ്സ് 365 ഡേയ്സ് ഓഫ് വ്ളോഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയ സമയത്ത് ഇല്ല ഒരു കംഫർട്ട് സോണിലല്ല ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പം ഭയങ്കര ഡിസ്കംഫർട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള പരിപാടി. എന്നെ അറിയുന്ന ആൾക്കാർക്കും അറിയില്ല, അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമില്ല. പക്ഷേ പുതിയ ആൾക്കാർ കാണുന്നുണ്ട്, അവർ കമൻ്റ് ഇടുന്നുണ്ട്, അതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു ഡിസ്കംഫർട്ടും ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. ഞാനൊരു ഗ്രോയിങ് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു തോന്നലും കൂടി വരുന്നുണ്ട്. അതാണ് എൻ്റെ ഡേ 19. ഇങ്ങനെയുള്ള വീഡിയോസെല്ലാം എത്ര ആൾക്കാർ കാണുന്നോ ഒന്നും അറിയില്ല. ഈ എല്ലാം വന്ന സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് കൊണയടിച്ചിട്ട് കാര്യമുണ്ടോയെന്നും അറിയില്ല. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ലോണം കോൺഫിഡൻസ് കൂടുന്നുണ്ട്. സംസാരിക്കാനായാലും ഇവൻ ക്യാമറ ഫേസ് ചെയ്യാനായാലും ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഗ്രോ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു തോന്നലും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ 19. ഈ ഒരു 365 ഡേയ്സ് ഓഫ് വ്ളോഗ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. കണ്ടൻസ് എല്ലാം കുറഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്നുള്ള വലിയ ധാരണയൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും.
അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റിൽ ലേണിംഗ്, സ്റ്റിൽ ഈ പ്രോസസ്സിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഡേ 20 കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.